പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൽ 4 വർഷ ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് നിങ്ങൾക്ക് കോഴ്സ് വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ കോഴ്സ് 2.5 വർഷം കൊണ്ടും 4 വർഷത്തെ കോഴ്സ് 3.5 വർഷം കൊണ്ടും വിദ്യാർത്ഥികൾക്ക് പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ സമയത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചു, ഇതെങ്ങനെ പൂർത്തീകരിക്കും? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതിനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് നമ്മളെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റുകളോ അത് വളരെ കൃത്യമായിട്ട് ചില സിലബസുകൾ യൂണിവേഴ്സിറ്റികൾ ചില സിലബസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ സ്വയം പ്ലാറ്റ്ഫോമിൽ നിന്നോ അല്ലെങ്കിൽ NPTEL പ്ലാറ്റ്ഫോമിൽ നിന്നോ നമ്മൾ പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ക്രെഡിറ്റിലേക്ക് ഇത് ആഡ് ചെയ്ത് വരും. നമുക്കൊരു 3 വർഷത്തെ ഡിഗ്രി പൂർത്തീകരിക്കാൻ 133 ക്രെഡിറ്റും 4 വർഷത്തെ ഡിഗ്രി പൂർത്തീകരിക്കാൻ 177 ക്രെഡിറ്റും ആണ് വേണ്ടത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിന് വ്യത്യസ്ത ക്രെഡിറ്റ് ഉണ്ടാവും. നിങ്ങളെ സിലബസ് എടുത്ത് നോക്കിയാൽ ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് ഉണ്ടാവും. നിങ്ങൾ സ്വയത്തിലൂടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് നിങ്ങളുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് തരും. അതിനാണ് നമുക്ക് ABCID എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ സ്വയത്തിലൊരു കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ABCID കൊടുക്കും. അങ്ങനെ നിങ്ങൾ ആ സ്വയത്തിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളുടെ ABCIDയിലേക്കും നിങ്ങളുടെ ഇതിലേക്കും വരുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സബ്ജക്റ്റ് പിന്നീട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സിലബസിൽ ഭൂരിപക്ഷ സിലബസിലും ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ സ്വയം പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകളുണ്ട്, ആ കോഴ്സുകളാണ് ചെയ്യേണ്ടത്. സ്വയത്തിൽ ജൂലൈയിൽ അഡ്മിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ജനുവരി അഡ്മിഷൻ ഉണ്ടാവും. അതിലേക്കുള്ള കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. അതിൻ്റെ ഓരോ കോഴ്സിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ കോഴ്സിനും നിശ്ചിത വീക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൽ ഓൺലൈൻ ക്ലാസ് കാണുന്നു, അതിൽ പറയുന്ന എക്സാം ഉണ്ടാവും, ഓൺലൈൻ എക്സാം ഉണ്ടാവും, അത് പൂർത്തീകരിക്കേണ്ടി വരും. അറ്റ് ഫൈനൽ ഒരു എക്സാം നമ്മുടെ പരിസരങ്ങളിൽ തന്നെയുള്ള സെൻറ്ററുകളിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് ആ പരീക്ഷ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഴ്സ് പൂർത്തീകരിച്ച് അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളുടെ സിലബസിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് ലഭിക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ആപ്പായിട്ടും തുടങ്ങാൻ സാധിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇവിടെ കണ്ടോ, ജനുവരി ഏപ്രിൽ ടു 2025 ഫൈനൽ കോഴ്സ് ലിസ്റ്റ് ആണ്. ഇങ്ങനെ കോഴ്സ് ലിസ്റ്റ് ഉണ്ടാവും. ആ കോഴ്സ് ലിസ്റ്റിൽ ഇതുപോലെ കുറെ കോഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സുകൾ ഏതെങ്കിലും നിങ്ങളുടെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളായിരിക്കണം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷന്റെ ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഈ ലിങ്ക് ഇതിൽ എന്ത് ചെയ്യുക? രജിസ്റ്റർ ഓർ സൈൻ ഇൻ. അങ്ങനെ നിങ്ങൾ ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ, സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ഉപയോഗിച്ച് ചെയ്യാം. ഇത് മൊബൈലിൽ നിങ്ങൾക്ക് ആപ്പ് മുഖാന്തരവും ചെയ്യാവുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. അതിലുള്ള നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫെസിലിറ്റി. നിങ്ങൾ അതിൽ റിസർച്ച് നടത്തുക, സ്വയം ഓപ്പൺ ചെയ്തിട്ട് അതിൽ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളൊക്കെ റിസർച്ച് അതിൽ ചെയ്തിട്ട് നിങ്ങൾ കോഴ്സുകൾ ചെയ്തു തുടങ്ങും. ചിലപ്പോൾ 1ാം ഘട്ടത്തിൽ ഈ വർഷത്തെ കോഴ്സ് എന്ത് ചെയ്യാം? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിലബസുമായി ഇതായില്ലെങ്കിലും നിങ്ങൾ ഒരു കോഴ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാം ഉണ്ടായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ചില കോഴ്സുകൾക്ക് എക്സാമിന് ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും, 500 അങ്ങനെ എന്തോ ഒരു ഫീസ് ഉണ്ടായിരിക്കും. ചില SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഉണ്ടായിരിക്കുകയുമില്ല. ഓക്കെ, ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA സിലബസ് എടുക്കുക. ഒരു ഉദാഹരണം പറയാണ്. BBA സിലബസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ കോഴ്സിന്റെ ലിസ്റ്റ്, ഇതിൽ നിന്ന് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാ എന്നുള്ളത് അതിന്റെ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഈക്വലന്റ് കോഴ്സ് ഇൻ CUFY UGP പ്രോഗ്രാം വിത്ത് കോഴ്സ് കോഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഓൺലൈൻ കോഴ്സ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പൊ ചില സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചു നമ്മളെ സിലബസിൽ എന്തുകൊണ്ട് ഇത് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് പറയുമ്പോൾ അവര് അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന്
നിങ്ങളുടെ സിലബസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരിക്കും. ആ സിലബസിൽ അതിന്റെ ഭാഗങ്ങൾ ഉടൻ തന്നെ അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇറക്കുന്ന രീതിയിലേക്ക് വരും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ കോഴ്സ് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും. നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഇതിലേക്ക് വരും, നിങ്ങളുടെ ABC IDയിലേക്ക് ഇതിന്റെ ക്രെഡിറ്റ് വരും. നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിലേക്കൊക്കെ ഇതിന്റെ ക്രെഡിറ്റ് വരുന്ന രീതിയിലാണ് ഇതിന്റെ സിസ്റ്റം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാം ഘട്ടം നിലക്ക് ഈ ജനുവരി 2025 മുതൽ തന്നെ നിങ്ങൾ കോഴ്സ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ സിലബസുകളൊക്കെ അറിയുന്നതിന് അതിന്റെ ഉള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.